ഇന്നിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് പിന്നെ ക്ലച്ചിൻ്റെ ഹാഫ് ക്ലച്ച് അഥവാ ബൈറ്റിംഗ് പോയിൻ്റ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നാണ്. അപ്പോൾ നമ്മളൊരു വണ്ടി കയറിയാൽ കഴിഞ്ഞാൽ ഒരു വണ്ടി ഓടിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ശ്രീഹരി ബ്രേക്ക് ഒറ്റ ചവിട്ട്. ബ്രേക്ക് ചവിട്ടി വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത് ചെയ്യുന്നത് എന്താണ്? ക്ലച്ചാണ്, ഒറ്റ ചവിട്ട്. കറക്റ്റ്. അപ്പോൾ ക്ലച്ചിൽ എപ്പോഴും ക്ലച്ച് ചവിട്ടുന്നതും ഒറ്റ ചവിട്ടാണ്. ക്ലച്ച് പെടൽ എവിടെ പോയി തട്ടണം? താഴെ തറയിൽ. ഓക്കെ, കാലിരിക്കുന്ന ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷനിലാണ് കാലിരിക്കേണ്ടത്. വിരലുകൾ ക്ലച്ച് പെടലിനേക്കാൾ ഉയർന്നു പോകരുത്. ഓക്കെ, നമ്മൾ ക്ലച്ച് ചവിട്ടുന്ന രണ്ട് സന്ദർഭങ്ങൾ ഗിയർ മാറ്റുന്നതിന് മുമ്പും ബ്രേക്ക് ചെയ്ത് നിർത്തുന്നതിനുമാണ്. ഇവിടെ നമ്മൾ ക്ലച്ച് ചവിട്ടി ഗിയർ ഇട്ടാൻ സങ്കല്പിച്ചോണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് നിന്ന് കാല് വിട്ട് കാലിവിടെ വയ്ക്കാം. അപ്പോൾ വലത്തേക്കാൽ ആക്സിലേറ്ററിലുണ്ട്, ഇടത്തേക്കാൽ ക്ലച്ചിലാണ്. അപ്പോൾ നമ്മൾ ആക്സിലേറ്റർ ഒരു അല്പം ആക്സിലേറ്റർ കൊടുത്തു വയ്ക്കുന്നു. കുറച്ചുകൂടെ നമ്മൾ വ്യക്തമാക്കി പറഞ്ഞാൽ ഒരു സാങ്കല്പികമായ 2 മില്ലിമീറ്റർ ആക്സിലേറ്റർ ഒന്ന് ചവിട്ടി എൻജിൻ്റെ സ്പീഡ് കൂട്ടി വയ്ക്കുകയാണ്. അപ്പോൾ ഇപ്പം എൻജിൻ ഡിസ്കണക്റ്റ് ആയിരിക്കുകയാണ്. എന്തുകൊണ്ട്? ക്ലച്ച് ചവിട്ടി വെച്ചു. വണ്ടി മുമ്പിലോട്ടുകൂടെ എന്ത് ചെയ്യണം? ക്ലച്ചിൽ നിന്ന് കാലെടുക്കണം, അല്ലേ? ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്നതിന് പറയുന്നവർ ക്ലച്ച് റിലീസ് ചെയ്യുക അഥവാ എൻഗേജ് ചെയ്യുക എന്നാണ്. ക്ലച്ച് റിലീസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? സാവധാനത്തിൽ, അല്ലേ? അപ്പോൾ നമ്മൾ സാവധാനത്തിൽ ക്ലച്ച് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പയ്യെ പയ്യെ ക്ലച്ച് റിലീസ് ആവട്ടെ. അത്രയും സ്പീഡ് വേണ്ട. 1 പോയിൻ്റ് ഉയർന്നു, 2 പോയിൻ്റ് ഉയർന്നു. അല്പം കഴിഞ്ഞപ്പോൾ നിർത്തിക്കോ, അവിടെ നിർത്തിക്കോ. വണ്ടിയിലൊരു വൈബ്രേഷൻ വന്നു. മനസ്സിലായോ? ആ വൈബ്രേഷൻ വന്നാൽ അതിനർത്ഥം വണ്ടി മൂവ് ചെയ്യാറാകുന്നു എന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പാണ്. 1 പോയിൻ്റൂടെ ക്ലച്ച് എടുക്കും. വിരലുകൾ ക്ലച്ച് പെടൽ ചേർന്നിരിക്കട്ടെ. യെസ്, 1 പോയിൻ്റൂടെ മതി. ഇവിടെ എത്തിയപ്പോഴാണ് വണ്ടി മൂവ് ചെയ്ത് തുടങ്ങുന്നത് എന്ന് മനസ്സിലാക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും വാഹനത്തിൻ്റെ വേഗത കൂടുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? കറക്റ്റ്, 1 പോയിൻ്റ് മാത്രം ക്ലച്ച് ചവിട്ടണം. മുഴുവൻ ചവിട്ടരുതേ. സ്പീഡ് കുറയുന്നു. കറക്റ്റ്. ആ ചവിട്ടിയത് മാത്രം ഉയർത്തുന്നു. സ്പീഡ് കൂടുന്നു. കറക്റ്റ്. സ്പീഡ് കുറയുന്നു. കറക്റ്റ്. സ്പീഡ് കൂടുന്നു. അപ്പോൾ സ്പീഡ് കൂടുന്നു പറയുമ്പോൾ 1 പോയിൻ്റ് ചവിട്ടുകയും സ്പീഡ് കുറയുന്നു എന്ന് പറയുമ്പോൾ 1 പോയിൻ്റ് ഉയർത്തുകയും ചെയ്യണം. ഇങ്ങനെ സാങ്കല്പിക നമ്പറായ 3 എന്ന് പറയുന്ന പോയിന്റിൽ നിർത്തിയാണ് നമ്മൾ ക്ലച്ചിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെ ആക്സിലേറ്റർ നമ്മൾ ഒരുപോലെ കൊടുത്തു വച്ചിട്ടുണ്ടാവും. പക്ഷേ എല്ലാ വാഹനങ്ങളുടെയും ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ മൂവിങ് പൊസിഷൻ അല്ലെങ്കിൽ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് ഈ 3 എന്ന സാങ്കല്പിക നമ്പർ ആയിരിക്കില്ല. ചില വണ്ടിയിൽ 2 ആയിരിക്കും, ചിലതിൽ 4 ആയിരിക്കും. അപ്പോൾ ഇവിടെ എവിടെയാണ് എന്ന് നമ്മളൊരു കാർ ഓടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ കാല് അത് സെൻസ് ചെയ്യുകയും പിന്നെ ആ കാല് അതുപോലെ അവിടെ കൺട്രോൾ ചെയ്യുകയും ചെയ്യും. അതാണ് നമ്മളെ ആ ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു പ്രത്യേകത. നമ്മളിപ്പം വേറൊരു വണ്ടി ഓടിക്കുമ്പോൾ അതിൻ്റെ ഹാഫ് ക്ലച്ച് നമ്മളെ കാലിന് പിടികിട്ടി കഴിഞ്ഞാൽ ക്ലച്ച് നമ്മൾ അവിടെ കൺട്രോൾ ചെയ്യും. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിലൂടെയാണ് നമ്മളൊരു വാഹനത്തിൻ്റെ വേഗത ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ സ്റ്റോപ്പ് എന്ന് പറയുന്നത് പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്യും. യെസ്, അപ്പോൾ സ്ലോ സ്പീഡുകളിൽ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ക്ലച്ച് ചവിട്ടിയായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ബ്രേക്ക് ചെയ്യേണ്ടത്. മനസ്സിലായി? വേഗതയിലാണ് വണ്ടി പോകുന്നതെങ്കിൽ ആദ്യം ബ്രേക്ക്, പ്രത്യേക വേഗതയ്ക്കകത്താവുമ്പോൾ ബ്രേക്കിനോടൊപ്പം ക്ലച്ച്. ഇപ്പോൾ നമ്മൾ ബ്രേക്കും ക്ലച്ച് ചവിട്ടി വെച്ചേക്കാണ്. ഒരിക്കലും നമ്മൾ വണ്ടി എടുക്കുകയാണ്. ആക്സിലേറ്ററിൽ വയ്ക്കും. സാവധാനം ക്ലച്ച് റിലീസ് ആവട്ടെ. 1 സ്റ്റെപ്പ്, 2, ഏകദേശം 3 അടുത്തു. വൈബ്രേഷൻ വന്നു. വണ്ടി മൂവ് ചെയ്യുന്നു. വണ്ടി മൂവ് ചെയ്താൽ അവിടെ ക്ലച്ച് നിർത്തുകയും 1 പോയിൻ്റ് ക്ലച്ച് ചവിട്ടുകയും വേണം. 1 ചവിട്ടു, 1 പോയിൻ്റ് മതി. വീണ്ടും ആ 3 വരെ ഉയരട്ടെ. വീണ്ടും 1 പോയിൻ്റ് ചവിട്ടു. ഇവിടെ നമ്മളിതിനെ പറയുന്ന പേര് ക്ലച്ചിൻ്റെ ഫസ്റ്റ് ലെവൽ എന്നാണ്. ഇവിടെ കിട്ടിയ. അപ്പോൾ എപ്പോഴും നമ്മൾ വണ്ടി എടുക്കുമ്പോഴും ക്ലച്ചിനെ അതിൻ്റെ ഏത് ലെവലിൽ നിർത്തിയിരിക്കണം? ഫസ്റ്റ് ലെവൽ. നമ്മൾ ജംഗ്ഷനുകൾ, ഒരു വണ്ടിയെ യൂ ടേൺ ചെയ്യുന്നത്, ഒരു വണ്ടിയെ ഒതുക്കി നിർത്തുന്നത്, ഇതെല്ലാം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആക്സിലേറ്റർ 1ലോ 2ലോ 3ലോ കൊടുത്ത് ക്രമപ്പെടുത്തി വെച്ചുകൊണ്ട് ക്ലച്ചിൻ്റെ സാങ്കല്പിക നമ്പറായ ഹാഫ് ക്ലച്ച് 3ൽ നിന്ന് 2.93, 2.93. അപ്പോൾ 3ൽ നിന്ന് സ്പീഡ് കൂടുമ്പോൾ 1 പോയിൻ്റ് കുറച്ച് 2.9ലോട്ടും അത് കഴിയുമ്പോൾ 3ലോട്ടും കൊണ്ടുവരുന്ന ഒരു മെത്തേഡിലാണ് ഒരു വണ്ടിയെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ ക്ലച്ച് കൺട്രോൾ ചെയ്യുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഏത് തിരിക്കുകയും വേണം? സ്റ്റിയറിംഗ് തിരിക്കുകയും വേണം. അപ്പോൾ സ്റ്റിയറിംഗ് നമ്മൾ തിരിക്കുമ്പോൾ 1 പോയിൻ്റ് ക്ലച്ച് ചവിട്ടി വേണം എന്ത് ചെയ്യേണ്ടത്? സ്റ്റിയറിംഗ് തിരിക്കേണ്ടത്. ഓക്കെ, ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്യൂ. ഓക്കെ, വീണ്ടും വണ്ടി മൂവ് ചെയ്യണേ. അപ്പോൾ വണ്ടി മൂവ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ കാല് എവിടെ പോകണം? ആക്സിലേറ്റർ. കാല് ആക്സിലേറ്ററിലുണ്ടേ. ക്ലച്ച് ഹാഫ് ക്ലച്ചിലെത്തട്ട്. ഹാഫ് ക്ലച്ചിൽ വരട്ട്. ഹാഫ് ക്ലച്ച് ആയിക്കഴിഞ്ഞു. ഓക്കെ, വണ്ടി മൂവ് ചെയ്യണം. ഞാൻ പറയുന്നു സ്പീഡ് കൂടുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? 1 പോയിൻ്റ് ചവിട്ടണം. അപ്പോൾ ഇവിടെ വെച്ചാണ് നമുക്ക് തിരിക്കുന്ന ഒരു പോയിൻ്റ് എന്ന് വിചാരിച്ചോണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്ലച്ചിന് 1 പോയിൻ്റ് ചവിട്ടു. 1 പോയിൻ്റ് ചവിട്ടിയിട്ട് സ്റ്റിയറിങ്ങിന് ലെഫ്റ്റിലോട്ട് തിരിക്കൂ. തിരിയട്ട്. മുഴുവൻ തിരിഞ്ഞോ? മുഴുവൻ തിരിയട്ട്. യെസ്, മുഴുവൻ തിരിഞ്ഞ് കഴിഞ്ഞു, അല്ലേ?
അപ്പം വണ്ടി പയ്യെ ഒരു വളവ് തിരികെയാണ്. വീണ്ടും ക്ലച്ച് പയ്യെ ഉയർത്തു, സ്പീഡ് കൂടുന്നു, സ്പീഡ് കുറയുന്നു. അപ്പോൾ ക്ലച്ചിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ സ്പീഡ് കൂടുന്നു പറയുമ്പോൾ ക്ലച്ചിനെ ഒരു പോയിൻ്റ് ചവിട്ടുകയും സ്പീഡ് കുറയുന്ന ക്ലച്ച് ഒരു പോയിൻ്റ് ഉയർത്തുകയും ചെയ്യും. ഓക്കെ. ഇപ്പോൾ വണ്ടിയുടെ ബോഡി ലെവലായി. ബോഡി ലെവലാകുമ്പോൾ എന്ത് ചെയ്യണം? 1 കറക്റ്റ് അല്ല, എത്ര റൗണ്ടാണ് തിരിക്കേണ്ടത്? മതി, 2 റൗണ്ടായല്ലോ. ഇപ്പോൾ വണ്ടിയുടെ ബോഡി ലെവലായി. ഞാൻ സ്റ്റോപ്പ് എന്ന് പറയുകയാണ്. എന്ത് ചെയ്യണം? ക്ലച്ച് ചവിട്ടി ബ്രേക്ക്. ഓക്കെ. അപ്പോൾ ഇത് നന്നായി നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഡ്രൈവിങ്ങിൻ്റെ കേസിൽ എന്തായി കഴിഞ്ഞു? നമ്മൾ അടിപൊളിയായി. അപ്പോൾ നമ്മൾ ഡ്രൈവിങ്ങിൻ്റെ കേസിൽ നമ്മൾ ഓക്കെ ആവുന്നില്ലെങ്കിൽ ഇവിടെ ഇരുന്ന് നമ്മൾ ഇത്തരം എക്സസൈസുകൾ ചെയ്ത് അടിപൊളിയാക്കണം. പിടികിട്ടിയാൽ